ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദർ മേ ബി, ദർ മൈറ്റ് ബി. ദർ മേ ബിയും ദർ മൈറ്റ് ബി ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മേ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ആവാം. മൈറ്റ് എന്ന് പറഞ്ഞാലും ആവാം. അതായത് രണ്ടിനും ഒരേ അർത്ഥമാണ്, പക്ഷേ സാധ്യതക്കനുസരിച്ച് ഉപയോഗിക്കുക. മേ കുറച്ച് സാധ്യത കൂടുതലുള്ളടത്തിൽ ഉപയോഗിക്കും, മൈറ്റ് സാധ്യത കുറച്ചുള്ളിടത്തിൽ ഉപയോഗിക്കും. അപ്പം മേ ആവാം, മേ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കാം, മൈറ്റ് ബി എന്ന് പറഞ്ഞാലും ആയിരിക്കാം, രണ്ടിനും സാധ്യത കുറവുണ്ടാവും. അപ്പോൾ ദർ മേ ബി എന്ന് പറഞ്ഞാലോ ഉണ്ടായിരിക്കാം എന്നാണ് അർത്ഥം. ദർ മേ ബി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കാം. ദർ മൈറ്റ് ബി എന്ന് പറഞ്ഞാലോ ഉണ്ടായിരിക്കാം. ഇവിടെയും രണ്ടിനും സാധ്യത കൂടിയും കുറഞ്ഞിരിക്കും. ദർ മേ ബി കുറച്ച് സാധ്യത കൂടും, ഉണ്ടായിരിക്കാം. ദർ മൈറ്റ് ബി ഉണ്ടായിരിക്കാം, സാധ്യത കുറച്ച് കുറവ്. ഓക്കെ, അപ്പം നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഒന്നോ രണ്ടോ സെൻറ്റൻസ് പരിചയപ്പെടാം. ദർ മേ ബി, ദർ മൈറ്റ് ബിയിലും എന്നതിന് കുറച്ച് കൂടുതൽ സെൻറ്റൻസുകൾ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കൂടുതൽ സെൻറ്റൻസുകൾ കലക്ട് ചെയ്തിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ തലച്ചോറിന് നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ളൂ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരത്തിൽ വരൂ. ഓക്കെ, അപ്പം ഞാൻ രണ്ട് സെൻറ്റൻസ് പരിചയപ്പെടുത്താം. രണ്ടിലും, ദർ മേ ബിയിലും ദർ മൈറ്റ് ബിയിലും. ദർ മേ ബി എ മീറ്റിംഗ് ടുഡേ. ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കാം. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കാം, കുറച്ച് സാധ്യത കൂട്ടിയിട്ടാണ് പറഞ്ഞിരിക്കുക. അതായത് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കാം. ദർ മൈറ്റ് ബി എ മീറ്റിംഗ് ടുഡേ. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കാം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. സാധ്യത ഒന്നും ഉറപ്പൊന്നുമില്ല. മേ ബിനെക്കാട്ടും സാധ്യത വളരെ കുറച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് ദർ മൈറ്റ് ബി എ മീറ്റിംഗ് ടുഡേ. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കാം. ഇന്ന് നമുക്ക് മറ്റൊരു സെൻറ്റൻസ് നോക്കിയാലോ. ദർ മേ ബി എ പ്രോബ്ലം ഇൻ ദിസ് മെഷീൻ. ഈ മെഷീനിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. ദർ മൈറ്റ് ബി എ പ്രോബ്ലം ഇൻ ദിസ് മെഷീൻ. ഈ മെഷീനിൽ ഒരു പ്രോബ്ലം, ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം, സാധ്യത വളരെ കുറച്ചിട്ട്. ഓക്കെ, അപ്പോൾ ദർ മേ ബി, ദർ മൈറ്റ് ബി ഉണ്ടായിരിക്കാം എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് ഞാൻ കൂടുതൽ സെൻറ്റൻസുകൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാവും. ഇത് സംഭാഷണത്തിൽ ഉപയോഗിക്കുക. ഇത് വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസാണ് നമ്മളിങ്ങനെ വരുന്നത്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം, നമ്മൾ ഏതൊക്കെയാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഓരോ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റ് ആക്കാൻ പോവുകയാണ്. ദർ ഈസ്, ദർ ആർ, ദർ വാസ്, ദർ വേർ, ദർ വിൽ ബി, ദർ വുഡ് ബി. അത് കഴിഞ്ഞിട്ട് ദർ ഷുഡ് ബി, ദർ മസ്റ്റ് ബി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, പരിചയപ്പെട്ടത് ദർ മേ ബി, ദർ മൈറ്റ് ബി. ഓക്കെ, ദർ മേ ബി എ മീറ്റിംഗ് ടുമോറോ. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകാം. ദർ മേ ബി എ മീറ്റിംഗ് ടുമോറോ. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകാം. ദർ മേ ബി എ മിസ്റ്റേക്ക് ഇൻ ദിസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ ഒരു പിശക് അല്ലെങ്കിൽ ഒരു തെറ്റ് ഉണ്ടാകാം. ദർ മേ ബി എ മിസ്റ്റേക്ക് ഇൻ ദിസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ ഒരു പിശക് ഉണ്ടാകാം. ദർ മേ ബി ഹെവി റെയിൻ ടുനൈറ്റ്. ഇന്ന് രാത്രി ശക്തമായ മഴ ഉണ്ടാകാം. ദർ മേ ബി ഹെവി റെയിൻ ടുനൈറ്റ്. ഇന്ന് രാത്രി ശക്തമായ മഴ ഉണ്ടാകാം. ദർ മേ ബി എ സൊല്യൂഷൻ ടു ദിസ് ഇഷ്യൂ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാം. ദർ മേ ബി എ സൊല്യൂഷൻ ടു ദിസ് ഇഷ്യൂ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാം. ദർ മേ ബി എ ബസ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. 10 മിനിറ്റിന് ശേഷം ഒരു ബസ് ഉണ്ടാകാം. ദർ മേ ബി എ ബസ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. 10 മിനിറ്റിന് ശേഷം ഒരു ബസ് ഉണ്ടാകാം. ഇനി കുറച്ച് സെൻറ്റൻസ് ദർ മൈറ്റ് ബി ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ദർ മൈറ്റ് ബി എ ബസ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. 10 മിനിറ്റിന് ശേഷം ഒരു ബസ് ഉണ്ടാകാം. ദർ മൈറ്റ് ബി എ ബസ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. 10 മിനിറ്റിന് ശേഷം ഒരു ബസ് ഉണ്ടാകാം. വളരെ സാധ്യത കുറഞ്ഞാണെന്ന് പറയുന്നത് കേട്ടോ. ദർ മൈറ്റ് ബി റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ ഉണ്ടാകാം. അതായത് ചിലപ്പോൾ മഴ ഉണ്ടാകാം, ഉറപ്പൊന്നുമില്ല. ദർ മൈറ്റ് ബി റെയിൻ ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ ഉണ്ടാകാം. ദർ മൈറ്റ് ബി ട്രാഫിക് ഓൺ ദ റോഡ് നൗ. ഇപ്പോൾ റോഡിൽ ചിലപ്പോൾ ട്രാഫിക് ഉണ്ടാകാം. ദർ മൈറ്റ് ബി ട്രാഫിക് ഓൺ ദ റോഡ് നൗ. ഇപ്പോൾ റോഡിൽ ട്രാഫിക് ഉണ്ടാകാം.
ഇതേപോലെ സെൻറ്റൻസുകൾ കളക്ട് ചെയ്യുക, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇത്തരം ചെറിയ ചെറിയ യൂസേജുകൾ നമ്മളെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത് നമ്മളെ തലച്ചോറിൻ്റെ ഭാഗമായിക്കൊള്ളും.